ഞങ്ങളുടെ ജോർജിയൻ യാത്രയിൽ ഞങ്ങൾ കണ്ട ഒരു കാഴ്ചയാണ് കേട്ടോ അത്. ഒരു കാഴ്ച എന്ന് പറയുന്നത് നമ്മുടെ ജോർജിയനിലുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള ക്യാൻഡീസ് വിൽക്കുന്ന ഒരു ഷോപ്പ്. ക്യാൻഡീസ് മാത്രമല്ല ഇവിടെ വിൽക്കുന്നത്, ജോർജിയനിലായിട്ടുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള ഒരുപാട് കരകൗശല സാധനങ്ങളും ഈ ഒരു ഷോപ്പിൽ വിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഹോളിഡേ ഫാക്ടറി എന്ന് പറഞ്ഞ ട്രാവൽ ഏജൻസി ത്രൂ പോയതുകൊണ്ട് തന്നെ അവർ ഇതുപോലെയുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള ജോർജിയയിലെ പ്രധാനപ്പെട്ടിട്ടുള്ള കുറച്ച് സ്ഥലങ്ങൾ മാത്രമല്ല ആ നാട്ടിലേതായിട്ടുള്ള പ്രശസ്തമായിട്ടുള്ള കുറേ മറ്റ് കാര്യങ്ങളും ഞങ്ങളുമായിട്ട് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊന്നാണ് ഈ ഒരു ക്യാൻഡീസിൻ്റെ ഈ ഒരു ഷോപ്പ്. ഇത് ഫ്രൂട്ട്സ് കൊണ്ടുണ്ടാക്കുന്ന ഒരു ക്യാൻഡീസാണ് കേട്ടോ. ഈ ഒരു നൂലിൽ നിങ്ങൾ ഈ ലെഫ്റ്റ് സൈഡായിട്ട് കാണുന്നില്ലേ, ഇതാണ് ഞങ്ങളുടെ ഗൈഡ്. അപ്പോൾ ഈ ഗൈഡ് എങ്ങനെയാണ് ഈ ക്യാൻഡീസ് ഉണ്ടാക്കുന്നതെന്ന് പരിചയപ്പെടുത്തി തരികയാണ് കേട്ടോ. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ക്യാൻഡീസ് ഞങ്ങളിപ്പോൾ ഓരോന്ന് ടൂത്ത് പിക്ക് കൊണ്ട് ഇങ്ങനെ എടുത്ത് കഴിക്കുന്നതാണ് ഇവിടെ കിട്ടുന്ന ഈ ഒരു ക്യാൻഡീസ്. അതിങ്ങനെ തൂക്കിയിട്ടിട്ടില്ലേ, അതിങ്ങനെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കിയാൽ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ക്യാൻഡീസായിട്ട് മാറും. ഇതാണ് ആ ക്യാൻഡീസ്. ഇതൊരു നൂലിൽ നമ്മുടെ ഈ നട്ട്സൊക്കെ ഇങ്ങനെ വാൾനട്ട് അങ്ങനെയുള്ള നട്ട്സൊക്കെ ഇങ്ങനെ കോർത്തെടുക്കും. എന്നിട്ട് നമ്മുടെ ഫ്രൂട്ട്സിൻ്റെ പൾപ്പ് കുറച്ച് ഫ്ലോറിൽ മിക്സ് ആക്കിയിട്ട് അത് നന്നായിട്ടൊരു ക്രീം പരുവം, അല്ലെങ്കിൽ അതിലേക്ക് ഇങ്ങനെ ഈ ഒരു നട്ട്സൊക്കെ തൂക്കിയിട്ടുള്ള നട്ട്സിൻ്റെ ഒരു മാല പോലെയുള്ളത് അതിങ്ങനെ ഇറക്കി ഇതാക്കിയിട്ട് അതിൻ്റെ മുകളിൽ ഒരു കോട്ടിങ് പോലെ ആക്കും കേട്ടോ. എന്നിട്ട് അത് നന്നായിട്ട് ഉണങ്ങിയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെയുള്ള ക്യാൻഡീസായിട്ട് മാറും. നന്നായിട്ട് അത് ആ ഒരു നൂലിൽ ഒട്ടിപ്പിടിച്ചിട്ട് അങ്ങനെ ഒരു ക്യാൻഡീസായി മാറും. അങ്ങനത്തെ ഒരു മിഠായിയാണ് കേട്ടോ അത്. പിന്നെ ഇവിടെ തന്നെ ഒരുപാട് നട്ട്സുകളുടെ ഒക്കെ വിൽപ്പന ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഫ്രൂട്ട്സിൻ്റെ ആ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറേ പാനീയങ്ങൾ, പിന്നെ അവിടുത്തെ ക്രോച്ചറ്റ് വെച്ചിട്ടുള്ള കുറേ കരകൗശല സാധനങ്ങൾ, ജോർജിയയുടേതായിട്ടുള്ള പല പല കരകൗശല സാധനങ്ങൾ എല്ലാം ഈ ഒരു ഷോപ്പിൽ വിൽക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ ഇവിടുന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഫ്രണ്ട്സിനും ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ചൊക്കെ മിഠായികൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇതൊരു പായ പോലെയല്ലേ, അതും ഫ്രൂട്ട്സിൻ്റെ ഇത് പൾപ്പ് ഒരു പായ പോലെ ആക്കിയിട്ടൊരു വലിയൊരു പപ്പടം പോലെയൊക്കെ പരത്തിയിട്ടുള്ള ഒരു ഇതായിരുന്നു. അത് നല്ല ടേസ്റ്റ് ഉള്ളതായിരുന്നു കേട്ടോ. ഇതൊക്കെ ചിലപ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് ഒരു നാട് കാണാൻ പോവുകയാണെങ്കിൽ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാത്ത കാര്യങ്ങളായിരിക്കും. പക്ഷേ ഇതിങ്ങനെ ഒരു ട്രാവൽ ഏജൻസി ത്രൂ പോയതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇങ്ങനെയുള്ള കുറച്ച് കാഴ്ച കൂടി അവർ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളിനി പോവുകയാണെങ്കിൽ, ഇങ്ങനെ ഒറ്റയ്ക്ക് പോവുകയാണെങ്കിൽ തന്നെ ഇങ്ങനെയുള്ള കുറച്ച് കാര്യം കൂടി എക്സ്പ്ലോർ ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ജോർജിയൻ യാത്രയിൽ ജോർജിയയുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ക്യാൻഡീസ് എന്തായാലും മിസ്സാക്കരുതേ. എന്തായാലും